ഹായ്, ഞാൻ ഡോക്ടർ പ്രിയ, Q1B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. നമ്മുടെ ക്ലിനിക്കിലൊക്കെ ഒരുപാട് കേസുകൾ വരുമ്പോഴും നമ്മൾ US സ്കാനോ ബ്ലഡ് ടെസ്റ്റിനൊക്കെ വിടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വയറിൻ്റെ സ്കാൻ ചെയ്യുമ്പോൾ ഒരുപാട് പേരിൽ കാണുന്നൊരു കംപ്ലയിൻ്റാണ് ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഗ്രേഡ് 2 എന്നൊക്കെ. ചില വേരിയേഷൻസ് ഒക്കെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിലും കാണാറുണ്ട്. നമ്മൾ പേഷ്യൻറ്റിനോട് പറയാറുണ്ട്, നിങ്ങൾക്ക് ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഉണ്ട് അല്ലെങ്കിൽ ഫാറ്റി ലിവർ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നൊക്കെ പറയുമ്പോഴും അവർ പറയും ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണല്ലോ, ഇതൊരു കോമൺ കണ്ടീഷൻ അല്ലേ, ലിവർ അല്ലേ, അത് സ്വന്തം ഒരുപാട് അസുഖങ്ങളെ സുഖപ്പെടുത്തുന്ന ഒരു ഓർഗൺ അല്ലേ, അത് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിലാണ് എല്ലാവരും പറയാറ്. പക്ഷേ എത്രത്തോളം നമുക്കറിയാം ലിവറിൻ്റെ രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ലോക മരണസംഖ്യ എടുക്കുകയാണെങ്കിൽ 5ാമത്തെ കാരണം എന്ന് പറയുന്നത് ലിവറിന് ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പോൾ നമ്മൾ വേണ്ട അല്ലെങ്കിൽ നിസ്സാരമാക്കി കാണുന്ന പല രോഗങ്ങളാണ് പിന്നീട് ലിവറിൻ്റെ ഒരു കംപ്ലീറ്റ് ഫെയിലിയറിലോട്ട് പോകുന്നത്. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ എന്തൊക്കെയാണ് ലിവറിന് അപകടങ്ങളിലേക്ക് ആക്കുന്ന അസുഖങ്ങളെന്നും എന്തൊക്കെയാണ് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളെന്നും നമുക്ക് ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തൊക്കെ ഭക്ഷണം കഴിക്കണമെന്നും വിശദീകരിച്ച് നോക്കാം. നമുക്ക് ആദ്യം ലിവറിനെ പറ്റി നോക്കാം. ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരുപാട് ഫങ്ഷൻസ് അതിനുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക, വൈറ്റമിൻ മെറ്റബോളൈസ് ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് വേണ്ട പിത്തരസം, നമ്മുടെ ഭക്ഷണം ദഹിക്കാനുള്ള പിത്തരസം പ്രൊഡ്യൂസ് ചെയ്യുക, കൃത്യമായ ഒരു ദഹന പ്രക്രിയ നടത്തുക, നമ്മുടെ ശരീരത്തിൽ വേണ്ട ക്ലോട്ടിംഗ് ഫാക്ടേഴ്സോ അല്ലെങ്കിൽ മറ്റ് ഹോർമോണുകളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ സിന്തസൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുവേണ്ടി സഹായിക്കുക, ഇവയൊക്കെ ലിവറിൻ്റെ ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഓർഗൺ എന്ന് നമുക്ക് ലിവറിനെ പറയാം. ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ ടോക്സിൻസ്, ഓരോ വിഷവസ്തുക്കളെയും അരിച്ച് പുറത്തേക്ക് കളയുന്നതും ഈ ലിവറാണ്. ഒരു അരിപ്പ പോലെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നതും. അങ്ങനെ പല രീതിയിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഓർഗണാണ് ലിവർ. അപ്പോൾ ലിവറിന് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പല ലക്ഷണങ്ങളായിട്ട് കാണിക്കും. ആദ്യം എന്തുകൊണ്ടൊക്കെയാണ് ലിവറിന് രോഗങ്ങൾ വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടം വരെ മദ്യപാനികൾക്ക് വരുന്ന ഒരു രോഗമായിട്ടാണ് ലിവറിനെ സംബന്ധിച്ച ഡിസീസസ് എല്ലാം കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികളിൽ പോലും ഇന്ന് ലിവർ കംപ്ലയിൻറ്റ്സ് കാണുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ തൊട്ട് ഫാറ്റി ലിവർ ഉള്ളവരാണ് മിക്ക ആൾക്കാരും. നമ്മുടെ ഒരു വീട്ടിൽ എടുക്കുകയാണെങ്കിൽ തന്നെ പലർക്കും പല ഗ്രേഡിൽ ഫാറ്റി ലിവർ നിൽക്കുന്നത് കാണാം. ചിലപ്പോൾ നമ്മൾ 1-2 മാസം കഴിയുമ്പോൾ ഗ്രേഡ് 1 എന്ന് പറയുന്നത് ഗ്രേഡ് 2 ആയിട്ട് മാറുന്നത് കാണാം. അപ്പോൾ എന്തൊക്കെയോ നമ്മുടെ ലൈഫ് സ്റ്റൈലിനുമായിട്ട് ഇതിന് ബന്ധമുണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തേത് പറഞ്ഞാൽ മദ്യപാനമാണ് ഒരു കോസ്. ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം മദ്യപാനമാണ്. അപ്പോൾ നമുക്ക് ഈ മദ്യപാനം ഉള്ളവരിൽ നമുക്ക് പ്രധാനമായി കാണുന്ന ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് ലിവർ ഫെയിലിയർ തന്നെയാണ്. ഇത് കൂടാതെ നമ്മുടെ ഭക്ഷണ രീതി എടുക്കുകയാണെങ്കിൽ മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുള്ള അധികമായിട്ടുള്ള ബേക്കറി പ്രോഡക്ട്സ്, പേസ്ട്രികൾ, കേക്കുകൾ ഇവയൊരു ദോഷഫലം ചെയ്യും. ഇതല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ് ഇവയൊക്കെ നമ്മുടെ ലിവറിന് ദോഷത്തിലേക്ക് എത്തുന്ന ഒന്നാണ്. അപ്പോൾ ഇവയൊക്കെയാണ് നമുക്ക് പ്രധാനമായ കോസുകൾ. ഇനി എന്തൊക്കെയാണ് പ്രധാനമായി കാണുന്ന ലിവർ ഡിസീസസ് നോക്കാം. ഒന്നാമതായി കാണുന്ന ലിവർ ഡിസീസ് എന്ന് പറയുന്നത് മദ്യപിക്കുന്നവരിൽ കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ലിവർ ഡിസീസാണ്. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. അതായത് ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി പോലെയുള്ള വൈറൽ ഇൻഫെക്ഷൻസ് പോലും. അടുത്ത ഒന്ന് എന്ന് പറയുന്നത് ഈ കണ്ടാമിനേറ്റഡ്, അതായത് നമുക്ക് ഈ ഇടയിലൊക്കെ നമ്മൾ കോമൺ ആയി കേൾക്കുന്ന ഒന്നാണ് മഞ്ഞപ്പിത്തം. ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഇ ഒക്കെ വരുന്നതാണ് ഇതിൽ പെടുന്നത്. ഇത് കൂടാതെ തന്നെ ഫാറ്റി ലിവർ ഉണ്ട്. ഈ ഫാറ്റി ലിവർ പ്രോഗ്രസ് ചെയ്ത് പോയിട്ട് അതിൻ്റെ ഒരു എൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ലിവർ സിറോസിസ് ഉണ്ട്. ഇങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇത്രയേറെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടെങ്കിലും പലർക്കും ഈ ലിവറിൻ്റെ അസുഖം എന്ന് പറയുന്നത് നിസ്സാരമായി കാണും, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ പോകും. നമ്മുടെ ശരീരം തന്നെ പല ലക്ഷണങ്ങൾ അത് കാണിക്കുന്നുണ്ടാവും. നമ്മുടെ ശരീരം തന്നെ ഒരുപാട് ലിവർ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ടാവും ആ ഒരു അസുഖങ്ങളെ മാറ്റാൻ വേണ്ടി. പക്ഷെ നമ്മൾ വേണ്ട രീതിയിൽ ഒരു ശ്രദ്ധ കൊടുക്കാതെ പോകുന്നതുകൊണ്ട് ശരീരം ഓരോരോ ലക്ഷണങ്ങളായിട്ട് നമ്മുടെ മുമ്പിലോട്ട് കൊണ്ടുവരും. ആ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പറയുകയാണെങ്കിൽ കഠിനമായ ക്ഷീണമാണ്. കഠിനമായ ക്ഷീണം ഇപ്പോൾ ലിവറിന് മാത്രമല്ല പല രോഗങ്ങൾ കൊണ്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. അതിനൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ മെറ്റബോളിസം. നമ്മുടെ ലിവറിലാണ് എല്ലാ മെറ്റബോളിസം നടക്കുന്നത്. ഈ ഒരു മെറ്റബോളിസം മൊത്തത്തിൽ തകരാറിലാവുന്നതിൻ്റെ ഭാഗമായിട്ട് കഠിനമായ ക്ഷീണം തോന്നാറുണ്ട്. രണ്ടാമതായി കാണുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് അങ്ങ് ക്ഷീണിക്കുക. ക്ഷീണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വയറ് നല്ലപോലെ ചാടും, പക്ഷേ ശരീരം അങ്ങ് ക്ഷീണിക്കും. ഒരു മാസം കൊണ്ട് ഒരു 10 കിലോ വരെ കുറയുന്നത് കാണാം. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ മെറ്റബോളിസം നടക്കുന്നതും ലിവറിലാണ്. അപ്പോൾ ഇങ്ങനെ പ്രോട്ടീൻ മെറ്റബോളിസം ഒക്കെ തകരാറിലാവുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മസിലുകളിലുള്ള പ്രോട്ടീൻ ശരീരം വലിച്ചെടുക്കാൻ തുടങ്ങും, അത് ഉപയോഗിക്കാൻ തുടങ്ങും. അതിൻ്റെ ഭാഗമായിട്ടാണ് കാലുകൾ പെട്ടെന്ന് ശോഷിക്കുകയും വയറ് ചാടുകയും ചെയ്യും. ഇങ്ങനെ വയറ് ചാടാൻ വേറൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ രക്തത്തിൽ ഫ്ലൂയിഡ് പ്രോട്ടീൻ എന്ന് അറിയപ്പെടുന്നത് ആൽബുമിനാണ്. ഈ ആൽബുമിൻ്റെ സിന്തസിസ് നടക്കുന്നതും ലിവറിലാണ്. ഈ ഒരു സിന്തസിസ് കറക്റ്റായിട്ട് നടക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ബ്ലഡിലുള്ള ആ ഒരു ഫ്ലൂയിഡ് പ്രോട്ടീൻ കുറയും. അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ആൽബുമിൻ എന്ന് പറയുന്നത് നമ്മുടെ വയറിലോ അല്ലെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും അക്യുമുലേറ്റ് ചെയ്യാനും തുടങ്ങും, ശരീരത്തിലെ ബാക്കി പ്രോട്ടീനുകളെ യൂസ് ചെയ്തിട്ട്. അതുകൊണ്ട് വയറ് മാത്രം ചാടി നിൽക്കുന്നത് കാണാം.
ഇത് തന്നെ നമുക്ക് ഫാറ്റി ലിവറൊക്കെ ഉണ്ടോ എന്നറിയാൻ, അല്ലെങ്കിൽ നമ്മൾ ഡൗട്ട് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ തന്നെ ഈ വയറ് ചാടി നിൽക്കുമ്പോൾ നമ്മൾ സ്കാനിങ്ങിന് എന്തായാലും വിടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ലിവർ കംപ്ലയിൻസിനൊക്കെ ഈ അമിതമായിട്ട് വയറ് ചാടുന്നത് കാണും. ഈ വയറ് ചാടുന്നവർ ഒരുപാട് പേര് പറയുന്നതാണ്, എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്. ഗ്യാസിൻ്റെ പ്രശ്നം എനിക്ക് ഇപ്പോഴല്ല, നേരത്തെ തൊട്ടേ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാനത് വലിയ കാര്യമാക്കാറില്ല. അല്ലെങ്കിൽ അപ്പം എന്തെങ്കിലും ഒരു മെഡിസിൻസ് കഴിക്കും, അല്ലെങ്കിൽ അപ്പം എന്തെങ്കിലും ഒറ്റമൂലി നോക്കും. ഇത് നേരത്തെ തുടങ്ങിയ ഒരു കംപ്ലയിൻ്റ് ആണെന്ന് നമ്മളാരും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ഇത് ഒരു വലിയൊരു ലക്ഷണമാണ് ലിവർ കംപ്ലയിൻസിന്. കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ എപ്പോഴും പുളിച്ചത് കെട്ടൽ, അല്ലെങ്കിൽ ഭക്ഷണം ദഹിക്കുന്നില്ല, ഭക്ഷണം കഴിച്ച ഉടനെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, വയറ് വീർത്തിരിക്കുക, ബ്ലോട്ടിങ് സെൻസേഷൻസ് ഒക്കെ വയറിൽ തോന്നുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടക്കുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ കരളിലേക്കുള്ള ഈ ഒരു എപ്പോഴും ഈ വയറിൽ പുളിച്ചത് കെട്ടൽ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതുകൊണ്ട് വയറിലേക്ക് കറക്റ്റായിട്ടൊരു ബ്ലഡ് സപ്ലൈ, അല്ലെങ്കിൽ ലിവറിലേക്ക് കറക്റ്റായിട്ടൊരു ബ്ലഡ് സപ്ലൈ കിട്ടുന്നില്ല. ലിവറിലേക്ക് കറക്റ്റായിട്ടൊരു ബ്ലഡ് സപ്ലൈ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ലിവറിന് അടുത്തുള്ള ബ്ലഡ് വെസൽസൊക്കെ വീർത്ത് വരാൻ തുടങ്ങും. ഇതിനെ നമ്മൾ വേരിസസ് അല്ലെങ്കിൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷനിലോട്ടൊക്കെ എത്തിക്കുന്ന കാരണങ്ങളാണ്. ഇങ്ങനെ കറക്റ്റായിട്ടൊരു ബ്ലഡ് സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് പുതിയ പുതിയ ചെറിയ രക്തക്കൊഴലുകളൊക്കെ ലിവറിൽ ഫോം ചെയ്യാൻ തുടങ്ങും. ഈ ചെറിയ രക്തക്കൊഴലുകൾ വളരെ കട്ടി കുറഞ്ഞതായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ തുടങ്ങും. അവ ചെറിയ ചെറിയ ബ്ലീഡിങ്ങിലോട്ട് നമ്മൾ എത്തിക്കും. ഇതൊക്കെ ഒരു ലേറ്റർ സ്റ്റേജിലോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മളിത് തിരിച്ചറിയാറ്. ഇതിന് മുൻപ് നമുക്ക് തുടങ്ങുമ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടായിട്ടോ നെഞ്ചരിച്ചിലായിട്ടോ പുളിച്ചു തേട്ടലായിട്ടോ ഒക്കെ പ്രസൻറ്റ് ചെയ്യും. നമ്മളത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അറിയാതെ പോകുന്നതാണ്. അതോടൊപ്പം തന്നെ ഓക്കാനും ഛർദിലൊക്കെ കാണാം. കാരണം ലിവറാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ടോക്സിനെയും പുറത്ത് കളയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഈ ലിവറിൻ്റെ ഫങ്ഷൻസൊക്കെ തെറ്റിക്കിടക്കുന്നതുകൊണ്ട് ടോക്സിൻസ് ഒന്നും പുറത്തേക്ക് പോരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കത് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കളയണമല്ലോ എന്ന് ഓർത്തിട്ട് ശരീരം തന്നെ ഓക്കാനിച്ചും ഛർദിച്ചും ഒക്കെ കാണിക്കുന്നതാവാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് ശരീരത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുക. ഈ ഒരു ടോക്സിൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ പല ഭാഗങ്ങളും നമുക്ക് ചൊറിച്ചിൽ പറയാറുണ്ട്. അവരുടെ സ്കിൻ തന്നെ ഡ്രൈ ആവും, അവരെപ്പോഴും അത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ കാണാറുണ്ട്. ഈ ഒരു സിംറ്റംസ് ഒക്കെ ലിവർ നമ്മളെ കാണിച്ചു തരുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്കറിയാം ലിവറാണ് നമ്മുടെ ബിലിറൂബിൻ എന്ന് പറയുന്ന കമ്പോണൻറ്റ്. ബിലിറൂബിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ RBCയിൽ രക്തത്തിൽ നിന്ന് വരുന്ന ഒരു എൻ പ്രൊഡക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് പുറത്തേക്ക് പുറന്തള്ളുന്നതും ലിവറാണ്. ഇത് കറക്റ്റായിട്ട് പുറന്തള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണം പോലെ കണ്ണിൽ മഞ്ഞ നിറം വരിക, കയ്യിൽ, വായിൽ, അങ്ങനെ പല ഭാഗങ്ങളിൽ, നഖത്തിൽ, ഇവയൊക്കെ മഞ്ഞ നിറം വരുമ്പോൾ ഇതൊക്കെ ഒരു ലിവറിനെ അപകടത്തിലാക്കുന്ന ലക്ഷണങ്ങളാണ്. ഈ ലിവറിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ബിലിറൂബിൻ പുറന്തള്ളാതെ വരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മൂത്രം എടുക്കുകയാണെങ്കിൽ നല്ല കടും മഞ്ഞ നിറം ഉണ്ടാവും. പക്ഷേ മലത്തിന് പെയിൽ കളറായിട്ട്, ആ ഒരു ബ്രൗണിഷ് കളറിലത് പെയിലായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതും കാണാം. ഇവയും നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷൻസിന് പ്രശ്നം വരുമ്പോൾ കാണിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഒരു മെൻ്റൽ കൺഫ്യൂഷൻസ്, അതായത് പറയുന്നത് ഒരു ക്ലിയർ ആയിട്ട് പറയാതിരിക്കുക, ഒരു കണ്ടിന്യൂറ്റി കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കൺഫ്യൂഷൻ സ്റ്റേജ്, അത് നമുക്ക് ലിവർ ഡിസീസിൻ്റെ ഒരു എൻഡ് സ്റ്റേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഉറക്കമില്ലായ്മ നിങ്ങൾക്ക് കാണാം. ഉറക്കമില്ലായ്മ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഉറക്കമില്ല, പക്ഷെ പകൽ നല്ല ഉറക്കം അവർക്കുണ്ടാവും. ഈ ഒരു സ്റ്റേജിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുക. ഇപ്പോൾ മദ്യപിച്ച് വരുന്ന ഒരാളാണെങ്കിൽ അവർക്ക് രാത്രി വന്ന് കിടന്നു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ അവർക്ക് ഉറക്കം കിട്ടില്ല. ഒരു വെളുപ്പിന് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അവർക്ക് നല്ല ഉറക്കം കിട്ടും. ആ ഒരു ഉറക്കം അവർ ഉച്ചവരെ കിടന്നുറങ്ങും. ഇനി ഉച്ചവരെ കിടന്നുറങ്ങും, അവരുടെ ഭക്ഷണത്തിൻ്റെ ആ ഒരു പാറ്റേൺ തെറ്റിപ്പോകുന്നു, അവരുടെ ശരീരത്തിൽ വേണ്ട ന്യൂട്രീഷൻസ് ഒന്നും എത്തുന്നില്ല, ലിവർ വീണ്ടും അപകടത്തിലാവുന്നു. അവർക്ക് ഈ ഒരു പകൽ ഉറങ്ങുന്നതുകൊണ്ട് രാത്രി വീണ്ടും ഉറക്കം കിട്ടുന്നില്ല. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരു ഉറക്കമില്ലായ്മയായിരിക്കും അവർക്ക് പ്രസൻറ്റ് ചെയ്യുക. ഇതോടൊപ്പം തന്നെ കഠിനമായ ക്ഷീണം, ശരീരം മെലിയ, ഈ തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ഇതൊക്കെ ലിവറിന് കംപ്ലയിൻറ്റ് ഉണ്ടാകുന്നതിലാണ് കൂടുതലായിട്ടും പ്രസൻറ്റ് ചെയ്യുക. ഈ പറഞ്ഞ ലക്ഷണത്തിനോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിൽ പെട്ടെന്ന് ഒരു ബ്രൂയിസ് ഫോം ചെയ്യും. ബ്രൂയിസ് എന്ന് പറഞ്ഞാൽ ചതവ്. ഇപ്പം നമ്മൾ ആരെങ്കിലും കയ്യിലൊന്ന് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ഇടിക്കുക, ചെറുതായിട്ടൊന്ന് ഇടിക്കുക തന്നെ ആ ഒരു ഏരിയ നീലിച്ച് വരിക, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആരെങ്കിലും കയ്യിലൊന്ന് മുറുക്കി പിടിച്ച് ആ ഒരു ഏരിയ നീലിച്ച് വരിക, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് കാണുകയാണെങ്കിലും അതും നിങ്ങൾക്ക് ലിവറിനുമായിട്ട് ഡിസീസുമായിട്ട് റിലേറ്റഡ് ആണ്. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ന് പറയുമ്പോൾ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, ഇതൊക്കെ നമ്മുടെ രക്തത്തിൽ കട്ട പിടിക്കാൻ സഹായിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്ന ലിവറിലാണ്. ഇവയുടെ ഫംഗ്ഷനിങ് പ്രോപ്പർ ആവാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ഉൽപ്പാദനം കൃത്യമല്ലാത്തത് കൊണ്ടുമാണ് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാകുന്നത്. ഇതുകൂടാതെ തന്നെ രോഗപ്രതിരോധ ശേഷി കുറയുന്നതായിട്ട് കാണാം. പ്രധാനമായിട്ടും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരുന്നത് പോലെ നമുക്ക് കാണാം. ഇതോടൊപ്പം തന്നെ നല്ലപോലെ കാലിൽ നീര്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് തൂങ്ങിക്കിടക്കുന്ന എല്ലാ ഭാഗത്തും നീര് വരും. അടിവയറ്, കൈയിൻ്റെ മുട്ട്, താടി, കാല്, ഇവയൊക്കെ നീര് വരുന്നതായിട്ട് കാണാം. ഇതൊരു ഫ്ലൂയിഡ് റിട്ടൻഷൻ, അതായത് സോഡിയം പൊട്ടാസ്യം ഒരു ഇംബാലൻസ് വരുന്നത് കൊണ്ട് നീര് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു നീരിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ റെസ്റ്റ് എടുത്താൽ അതങ്ങ് മാറും, നമ്മൾ നിൽക്കുമ്പോൾ അത് ഡിപ്പെൻഡൻറ്റ് പാർട്ടിൽ ഫുള്ള് നീര് വരുന്നതായിട്ട് കാണാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ലിവർ അപകടത്തിലാകുമ്പോൾ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ. ഈ ലക്ഷണത്തിനോടൊപ്പം തന്നെ നമുക്ക് കാണാവുന്ന ഒന്നാണ്, നല്ല ഫെയർ ആയിട്ട് അല്ലെങ്കിൽ നല്ല നിറം ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് ഡിമ്മായി പോകും, അവരുടെ കളർ കുറഞ്ഞു പോകുന്നതായിട്ട് കാണാം.
അത് മാറി ഹോർമോണൽ പ്രൊഡക്ഷനോ വൈറ്റമിൻ മിനറൽ ഇൻബാലൻസ് മൂലമൊക്കെ ഇത് കാണുന്നത്. അപ്പോൾ നമുക്ക് ഒരാൾ തന്നെ നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോൾ തന്നെ അവർ ചിലപ്പോൾ പറയുന്ന ഒരു സിംറ്റം ഇതായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നമുക്കറിയാം കുറച്ച് നാൾ മുമ്പ് നല്ല ഫെയറായി വെളുത്തിരുന്ന ഒരാൾ പെട്ടെന്ന് അവരുടെ നിറമൊക്കെ മങ്ങിപ്പോകുന്നതാണ്. ഇതൊക്കെ തുടക്കത്തിലെ കരൾ രോഗങ്ങൾ കാണിക്കുന്ന ഓരോരോ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഒരു കംപ്ലീറ്റ് ലിവർ ഫെയിലിയറിലോട്ട് പോകുന്നത്. ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, മദ്യപിക്കുന്നവരിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇതിന് ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മദ്യം എന്ന് പറയുമ്പോൾ ഈഥൈൽ ആൽക്കഹോളാണ്. ഇതൊരു വിഘടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആൽഡിഹൈഡ് ഉണ്ടാവുകയും അത് നമുക്ക് ലിവറിൽ നിന്ന് പുറന്തള്ളുകയാണ് ചെയ്യാറ്. നോർമലി അങ്ങനെയാണ്. അപ്പോൾ ലിവർ കണ്ടീഷൻസ് അല്ലെങ്കിൽ ലിവർ ഡിസീസസ് സ്റ്റാർട്ട് ചെയ്തവർക്ക് ഈ ഒരു പ്രോസസ്സ് നടക്കാതെ വരെയും ഇത് ലിവറിൽ അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ മദ്യം തന്നെയാണ്. അപ്പോൾ മദ്യം എന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ ക്വാളിറ്റി ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു ശീലമുള്ളവരാണെങ്കിൽ അത് ആദ്യം സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ലിവർ ഡിസീസ് ഒന്നും ഡെവലപ്പ് ചെയ്യാതെ പോകുന്നത് കാണാം. ഇനി ചില ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ലിവറിന് ഒരു പരിധി വരെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കാണാം. ഒന്നാമതായിട്ട് കാപ്പി കുടിക്കുക. 2-3 കാപ്പി കുടിക്കുമ്പോൾ അതിലുള്ള കഫീൻ നമ്മുടെ ലിവറിന് പ്രൊട്ടക്ഷൻ ആണെന്ന് പറയാം. അതുപോലെ ഫ്രൂട്ട്സിൻ്റെ കേസിലാണെങ്കിൽ ആപ്പിൾ വളരെ നല്ലതാണ്. ആപ്പിൾ ധാരാളം ഫൈബേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ടോക്സിൻസ് ഒരുപാട് എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്പിളിലുള്ള മാലിക് ആസിഡ് നമ്മുടെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ വെജിറ്റബിൾസിൻ്റെ കേസെടുക്കുക, പച്ചക്കറികൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ബീറ്റ്റൂട്ടാണ്. ബീറ്റ്റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ലിവറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂട്ടുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ പാവയ്ക്ക, ഇവയും കഴിക്കുന്നത് നമ്മുടെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. ഒലിവ് ഓയിൽ സ്ഥിരമായി കഴിക്കാം. നമുക്ക് സാലഡിൻ്റെ കൂടെയോ അല്ലാതെയൊക്കെ കഴിക്കാം. അതിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമ്മുടെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുപോലെ ഫ്രൂട്ട്സിൽ അവോക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്നതിൽ ധാരാളം നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. ഇവയും ലിവറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണത്തിലൂടെ തൈര് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. തൈര് എന്ന് പറയുമ്പോൾ നല്ലൊരു പ്രൊബയോട്ടിക്കാണ്. പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഗുണങ്ങൾ ചെയ്യുന്ന ഒരുപാട് ബാക്ടീരിയകളുണ്ട്. മിക്ക രോഗങ്ങളും നമ്മുടെ ശരീരത്തിലെ മിക്ക രോഗങ്ങളും മിക്ക ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസും ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗട്ടിൻ്റെ ആരോഗ്യമില്ലായ്മയാണ്. അപ്പോൾ നമ്മുടെ ഗട്ടിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് തൈരാണ്. പുളിയില്ലാത്ത തൈര് സ്ഥിരം ഭക്ഷണത്തിനോട് കൂടി കഴിക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രോബയോട്ടിക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗട്ടിൻ്റെ ആരോഗ്യം നിലനിർത്താം. നമുക്ക് അസിഡിറ്റി അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ കൃത്യമായ ഒരു ദഹന പ്രക്രിയ നടക്കും. അപ്പോൾ ഇതൊരു സൈക്കിൾ പോലെ നമ്മുടെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കാണാം. ചെറുനാരങ്ങ നിങ്ങൾക്ക് സ്ഥിരമായി കഴിക്കുന്നത് നല്ലതാണ്. ധാരാളം വൈറ്റമിൻ സി ഉണ്ട്. അതുകൊണ്ട് തന്നെ ലിവറിൻ്റെ പ്രൊട്ടക്ഷൻ വളരെ നല്ലതാണ്. വൈറ്റമിൻ സി ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ ഇങ്ങനെ പുളിയുള്ളൊരു ഫ്രൂട്ട് ആയതുകൊണ്ടും അസിഡിറ്റി ഉള്ളവരാണെങ്കിൽ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നിങ്ങൾ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുക. അതോടൊപ്പം തന്നെ മഞ്ഞൾ, ഇഞ്ചി, വെളുത്തുള്ളി ഇവ സ്ഥിരമായി കഴിക്കുക. ഇതിലൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ ലിവറിനൊരു ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ ലിവർ സെൽ ഡെത്തോ അങ്ങനത്തെ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് നമ്മുടെ ലിവറിന് കൊടുക്കുന്ന കണ്ടീഷൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി ആൻറ്റി ഓക്സിഡൻസ് ആണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഈ ഒരു ഭക്ഷണങ്ങളൊക്കെ കൃത്യമായി കഴിക്കുക. അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കേണ്ട അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരഭാരത്തിന് 25 കിലോയ്ക്ക് 1 ലിറ്റർ കണക്കെ വെള്ളം നിങ്ങൾ നല്ലപോലെ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം തന്നെ കൃത്യമായി നിങ്ങളുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് തന്നെ നിങ്ങളുടെ ശരീരഭാരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായ ഒരു വ്യായാമമാണ് വേണ്ടത്. വ്യായാമം എന്ന് പറയുമ്പോൾ രാവിലെ എണീറ്റ് നടക്കുക, അല്ലെങ്കിൽ ജോഗിങ്, അല്ലെങ്കിൽ സ്വിമ്മിങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈക്ലിംഗ്, ഇങ്ങനെ എന്ത് തരത്തിലുള്ള എക്സസൈസ് ചെയ്യാം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ വീട്ടിൽ തന്നെ പാട്ടിട്ട് ചെറുതായി ഡാൻസ് ചെയ്യുക, അങ്ങനെ എറോബിക് എക്സസൈസിലൂടെ യോഗ, മെഡിറ്റേഷൻസ് ഇതൊക്കെ വളരെ നല്ലതാണ്. ഇതൊക്കെ നിങ്ങളെ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് നിർത്താൻ വേണ്ടി സഹായിക്കും. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും കൃത്യമായിട്ട് തന്നെ വ്യായാമം ചെയ്യുക. നല്ലപോലെ ഉറങ്ങുക. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു 7-8 മണിക്കൂർ കൃത്യമായ ഉറക്കം കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ശരീരം ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും. അങ്ങനെ തന്നെ ലിവറിന് ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ലിവർ കാണിക്കാൻ തുടങ്ങുമ്പോൾ സ്വയം ചികിത്സിക്കാതെ, ഒറ്റമൂലികൾ പരീക്ഷിക്കാതെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക. അത് പ്രകാരം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ലിവർ ഫെയിലിയറിലോട്ട് പോകാതെ നമുക്ക് ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി.